ഷോക്ക് കഴിഞ്ഞപ്പോൾ ആദ്യം അറിയിച്ചത് നിങ്ങൾ തന്നെ. മീഡിയ വൺകാരുടെ മറ്റേ പക്ഷേ നല്ലതായിരുന്നു കേട്ടോ. ഭയങ്കര ഫസ്റ്റ് ഇൻ്റർവ്യൂ അവിടെ നിന്നാണ് കൊടുക്കുന്നത്. ബട്ട് അത് കഴിഞ്ഞിട്ട് കുറേ ഇൻ്റർവ്യൂസ് അറ്റൻഡ് ചെയ്യാൻ പറ്റി. കുറേ പേരുടെ അടുത്ത് നമുക്കിങ്ങനെ ടോക്കറ്റീവ് എക്സ്പീരിയൻസുകൾ പറയാൻ പറ്റി. അത് ഇൻസ്പയർഡ് ആയിട്ടുള്ള കുറേ ഡിസൈനേഴ്സ് എന്നെപ്പോലെ ആവണമെന്ന് പറയുന്നതിൽ ഞാൻ ഭയങ്കര പ്രൗഡാണ്. ഓക്കെ, ഞാൻ ചെറുപ്പത്തിൽ പഠിക്കാൻ പോകുന്ന സമയത്ത് ഇന്നൊരു ഡിസൈനറെ പോലെ ആവണമെന്ന് പറയുന്നത് എന്നെപ്പോലെ ആവണമെന്ന് കേൾക്കുന്നത് ഭയങ്കര. ഞാൻ സ്റ്റേറ്റ് അവാർഡ് മേടിക്കാൻ പോയപ്പോൾ ഒരു ഡ്രസ്സാണ് ആക്ച്വലി. ഇതിൻ്റെ മീതൊരു റെഡ് ലെയറിങ് ആഡ് ഓൺ ഉണ്ട്. ഇപ്പോൾ ആ ടൈമിൽ ബ്ലാക്ക് പറ്റില്ല, റെഡ് എന്നൊക്കെ പറഞ്ഞ് ഫുൾ ബ്ലാക്ക് അറ്റയർ പറ്റില്ല എന്ന് പറഞ്ഞു ഒരു സ്റ്റേറ്റ്മെൻറ്റൊക്കെ നടക്കുന്ന ടൈമാണ്. അപ്പോൾ ഞാൻ ഒരു റെഡ് ലെയർ ആഡ് ഓൺ ചെയ്തിട്ട്, ബ്ലാക്ക് ലെയർ ആയിരുന്നു ആദ്യത്തെ ആഡ് ഓൺ. ആ റെഡ് ലെയറിനെ റെപ്ലിക്ക് ചെയ്തതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഏറ്റവും കൂടുതൽ കരഞ്ഞ സിനിമ മിന്നൽ മുരളിയാണ്. അത് ഒന്ന് ഫെയിലിയർ കുറച്ച് പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിട്ട്, അപ്പോൾ അതിനെ റെപ്ലിക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് എൻ്റെ അത് കരഞ്ഞ് കണ്ണ് ചോരയാവാന്ന് പറയുന്ന അവസ്ഥയായിരുന്നു മിന്നൽ മുരളിയിൽ. അത് ഫെയിലിയേഴ്സും കുറച്ച് പ്രഷറും ഒക്കെ ആയിട്ടുള്ള ഇതുകൊണ്ടൊക്കെ കിട്ടിയത്. ദെൻ അതിനെ റെപ്ലിക്ക് ചെയ്തിട്ടാണ് ഞാൻ റെഡ് ലെയറിങ്ങിനെ ആഡ് ചെയ്തത്. ആ റെഡ് ലെയറിങ്ങിന് ഒരു ഗോൾഡൻ എംബ്രോയിഡറി ഉണ്ട് എൻ്റെ കണ്ണിൽ നിന്ന് കണ്ണീര് വരുന്നത്. അതിൻ്റെ സ്റ്റേറ്റ്മെൻറ്റാണ് ഞാൻ ഏറ്റവും കൂടുതൽ കരഞ്ഞതും ഏറ്റവും കൂടുതൽ അല്ലെങ്കിൽ ഇത് ചെയ്യുന്നത്. പിന്നെ അതിൻ്റെ അടിയിൽ ഞാൻ എൻ്റെ പ്രോപ്പർ കോട്ട് എഴുതിയിട്ടുണ്ട്. ഫെയിൽ ഡൗൺ എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു പ്രോപ്പർ കോട്ടുണ്ട്, അത് ഞാൻ കാണിച്ചു തരാം. പിന്നെ ഇതിൻ്റെ ഉള്ളിലുള്ള ഡ്രസ്സാണുള്ളത്. അപ്പോൾ ഉള്ളിലുള്ള ഡ്രസ്സിനകത്ത് എൻ്റെ സ്റ്റേറ്റ്മെൻറ്റിലുള്ളതായിരുന്നു, ഇപ്പോൾ എന്നെ ആരും പൂട്ടിയിടാൻ നോക്കണ്ട, ഞാൻ പറന്നു പോകും, എൻ്റെ കയ്യിലിരിക്കുന്ന കല എന്ന് പറയുന്നത് കത്രികയാണ് ഞങ്ങളുടെ ഏറ്റവും വലിയ ടൂള്. അപ്പോൾ ആ ടൂൾ തന്നെ എൻ്റെ ഹാർട്ടിൽ പ്ലേസ് ചെയ്തിട്ട് അതിനകത്ത് 2 ചിത്രശലഭങ്ങളുടെ വിങ്സ് വെച്ച്, ഇതിനകത്ത് 2 ഞാൻ പറഞ്ഞില്ലേ എന്നെ ആരും പൂട്ടിയിടാൻ നോക്കണ്ട, ഞാൻ പറന്നു വരും. അപ്പോൾ ഇതിങ്ങനെ ഞാൻ എന്തായാലും പറന്നു വരുന്നത് എനിക്ക് നല്ല എൻ്റെ കഴിവിൽ എനിക്ക് നല്ല വിശ്വാസമുണ്ട്. എന്നെ ആരും ഇങ്ങനെ തടഞ്ഞിട്ടുണ്ട്. ദെൻ പിന്നെ ഞാൻ റിസീവ് ചെയ്യാൻ പോകുന്നത് ഏറ്റവും നല്ലൊരു അവാർഡാണ്. അപ്പോൾ ഞാനത് റിസീവ് ചെയ്യുന്ന സമയത്ത് എൻ്റെ കൈകൾ ഭയങ്കര ഫ്ലവർ കൊണ്ട്, ഞാൻ പൂത്തുലഞ്ഞ ടൈമിലായിരിക്കും അത് മേടിക്കാന്ന് പറയുന്ന റെപ്ലിക്ക് ചെയ്യലാണ് ഞാൻ എൻ്റെ കയ്യിൽ എംബ്രോയിഡറി ഇത് ചെയ്യുന്നത്. പിന്നെ ഞാൻ പറഞ്ഞില്ലേ ഏറ്റവും കൂടുതൽ കരഞ്ഞ കണ്ണ് ഒരു ദിവസം ജ്വലിക്കുന്ന സ്റ്റാർസ് ആവും എന്ന് പറയുന്നത് എൻ്റെ ബാക്കിൽ എൻ്റെ ഡിസൈൻസ് പ്ലേസ് ചെയ്ത്. അപ്പോൾ ഇതിനകത്ത് മൊത്തം ഇതൊരു കണ്ണാണ്. കണ്ണിനകത്ത് ആദ്യത്തെ റെപ്ലിക്കയിൽ ഞാൻ പറഞ്ഞു കരയുന്ന കണ്ണാണ്. ആ കണ്ണിൽ തന്നെ സ്റ്റാർസിനെ പ്ലേസ് ചെയ്തിട്ടാണ് ഞാൻ ഈ അവാർഡ് റിസീവ് ചെയ്യുന്നത്. അപ്പോൾ എൻ്റെ ഡ്രസ്സിനും ഒരു പണ്ട് അന്ന് പിന്നെ അത് ടോക്കറ്റീവ് ആകാൻ പറ്റാത്ത സബ്ജക്റ്റൊക്കെ അതുകൊണ്ട് പറയാൻ പറ്റില്ല. പക്ഷെ ഇത് എനിക്കറിയാവുന്ന എൻ്റെ സുഹൃത്തുക്കളുടെ അടുത്തും എല്ലാവരുടെ അടുത്തും ഞാൻ പറഞ്ഞിട്ടുണ്ട് ഇത് എൻ്റെ സ്റ്റേറ്റ്മെൻറ്റ്. നമുക്ക് പറയാലോ, ഒരു പാടാനറിയാവുന്ന പാട്ട് കൊണ്ട് പൊളിറ്റിക്കൽ സ്റ്റേറ്റ്മെൻറ്റ് പറയുന്നു. എനിക്ക് അറിയാവുന്ന കല ഫാഷൻ ഡിസൈനിങ് ആണ്. ആ ഫാഷൻ കലയിൽ വെച്ചിട്ട് ഞാൻ എൻ്റെ സ്റ്റേറ്റ്മെൻറ്റിനെ സംസാരിക്കുന്നു. ഡെഫിനറ്റ്ലി ഇത് പൊളിറ്റിക്സ് ആണല്ലോ. അതാണ് ഇപ്പോഴാണ് ഞാനിപ്പോൾ. പക്ഷേ ഒരു പോയിന്റിലാന്ന് പറഞ്ഞത് ആളുകൾക്ക് റിസീവ് ചെയ്യാൻ, അല്ലെങ്കിൽ ഞാൻ ചെയ്ത സിനിമകളോ അല്ലെങ്കിൽ എൻ്റെ പൊസിഷനോ അവാർഡ് കിട്ടിയിട്ട് പോലെ തന്നെ അത്രയും പേർക്ക് അറിയില്ലായിരുന്നു. ഒന്ന് കോവിഡ് കഴിഞ്ഞിട്ടുള്ളൊരു ടൈം, അതിൻ്റെ ഒരു ഇത്. പിന്നെ ഇപ്പോൾ ഇത്രയും സോഷ്യൽ മീഡിയ അത്രയും ആയിട്ടുണ്ടായില്ല. പിന്നെ ഇപ്പോൾ ബ്രഹ്മയുഗമൊക്കെ വന്നപ്പോഴാണ് 10 പേര് എന്നെ അറിഞ്ഞു തുടങ്ങിയത്.